നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിൻ്റെ പുതിയ പരിശീലകൻ ആരായിരിക്കുമെന്നതിനെക്കുറിച്ച് പലതരത്തിലുള്ള റൂമറുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. ലയണൽ സ്കലോനിയുമായിട്ട് റയൽ കോൺടാക്ട് ചെയ്തു. ഹോസെ മൊറീഞ്ഞോയുമായിട്ട് പെരസ് നേരിട്ട് സംസാരിക്കുന്നു. യർഗൻ ക്ലോപ്പ് കോച്ചായിട്ട് വന്നേക്കും. ഇങ്ങനെയൊക്കെയുള്ള പല വാർത്തകൾ കേട്ട് ആകെ കൺഫ്യൂസ്ഡായി നിൽക്കുകയാണല്ലോ റയലിൻ്റെ ആരാധകർ. ഇപ്പോൾ ഈ കാര്യത്തിലേക്ക് ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ലഭ്യമായ ഏറ്റവും മികച്ച സോഴ്സിൽ നിന്ന് തന്നെ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ റോദ്ര, അതായത് ESPN ജേർണലിസ്റ്റാണ്, അവിടുത്തെ കോളമിസ്റ്റാണ്. അദ്ദേഹം ഈ വിഷയത്തെ നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഇതിൽ ചില വ്യക്തതകൾ വരുത്തുന്നുണ്ട്. ഒന്ന്, സ്കലോനിയുടെ കാര്യം കൺഫേം ചെയ്തിട്ട് റോദ്ര പറയുന്നു, റയൽ മാഡ്രിഡ് ഇൻക്വയർഡ് അബൌട്ട് ലയണൽ സ്കലോനീസ് അവൈലബിലിറ്റി. സ്കലോനിയുടെ അവൈലബിലിറ്റി റയൽ മാഡ്രിഡ് എൻക്വയറി ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ കോച്ചായി കിട്ടുമോ എന്നുള്ളത്. പക്ഷേ ഇതുവരെ ഒരു നെഗോസിയേഷനിലേക്കും പോയിട്ടില്ല. പ്രാഥമികമായിട്ടുള്ളൊരു എൻക്വയറി മാത്രമാണ് നടത്തപ്പെട്ടിട്ടുള്ളത്. അത് TVC സ്പോർട്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്ന കാര്യം കൂടി ഓർക്കുക. റോദ്ര വീണ്ടും പറയുന്നു, ഹോസെ മൊറീഞ്ഞോ റയൽ മാഡ്രിഡിൻ്റെ പല താരങ്ങളുമായിട്ടും കോൺടാക്റ്റ് ഉള്ളയാളാണ്. റയൽ മാഡ്രിഡിൻ്റെ ഭാഗത്ത് ഹോസെ മൊറീഞ്ഞോയുടെ കാര്യത്തിൽ താല്പര്യമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ശ്രദ്ധിക്കുക, റയൽ മാഡ്രിഡ് ഇതുവരെ പുതിയ മാനേജർ ആരായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടില്ല. അതിൻ്റെ കാരണം എല്ലാ ആളുകളും, അതായത് റയൽ മാഡ്രിഡിന് തലപ്പത്തിരിക്കുന്ന എല്ലാവരും എഗ്രി ചെയ്യുന്ന ഒരു കോച്ചുമില്ല. ക്ലോപ്പിനെ ചിലർ പറയുന്നു, മറ്റു ചിലർക്ക് എതിർപ്പുണ്ട്. മൊറീഞ്ഞോയെ പെരസ് അടക്കമുള്ളവർ പറയുന്നു, മറ്റു ചിലർക്ക് എതിർപ്പുണ്ട്. അതാണ് അവസ്ഥ. ദർ ഈസ് നോ കോച്ച്, എവറി വൺ അറ്റ് ദി ക്ലബ് എഗ്രീസ് എന്ന് തന്നെ കൃത്യമായിട്ട് റോദ്ര റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ 2 പോയിൻ്റ് ഇതിലുണ്ട്. ഒന്ന്, വേൾഡ് കപ്പാണ്. റയൽ മാഡ്രിഡ് കൺവിൻസ്ഡ് അല്ല വേൾഡ് കപ്പിന് മുമ്പ് ഒരു കോച്ചിനെ എത്തിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ജൂലൈയിൽ എത്തുന്ന ഒരു കോച്ച്, അതിപ്പോൾ നമുക്ക് വേൾഡ് കപ്പൊക്കെ നടക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിൽ സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് റയൽ മാഡ്രിഡ് ഇപ്പോൾ കരുതുന്നത്. ഇനി റയൽ മാഡ്രിഡ് കൺസിഡർ ചെയ്യുന്ന കോച്ചുമാർ ആരൊക്കെയാണ്, അതും റോഡ്ര റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഹോസെ മൊറീഞ്ഞോ, തീർച്ചയായിട്ടും കോൺടാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. 2, യർഗൻ ക്ലോപ്പിൻ്റെ കാര്യത്തിൽ പ്രധാനപ്പെട്ട കാര്യം യർഗൻ ക്ലോപ്പ് ആദ്യം മൂവ് ചെയ്യണം എന്നുള്ളതാണ് റയൽ മാഡ്രിഡിൻ്റെ ഒരു നിലപാട്. കാരണം അദ്ദേഹം ഇപ്പോൾ ഒരു പൊസിഷനിൽ ഇരിക്കുകയാണ്. അവിടെ നിന്ന് ഇറങ്ങി തനിക്ക് വീണ്ടും കോച്ചിങ് ജോബിലേക്ക് വരണമെന്ന് അദ്ദേഹം ആഗ്രഹം ആദ്യം പ്രകടിപ്പിക്കണം. എന്നാൽ മാത്രമേ റയൽ മാഡ്രിഡ് മൂവ് ചെയ്യുകയുള്ളൂ. അല്ലാതെ ക്ലോപ്പിനെ ഡിസ്റ്റർബ് ചെയ്യാൻ റയലില്ല. പിന്നെ ദ്വിതീയ ദശാം ഏതായാലും ഫ്രഞ്ച് ടീമിൻ്റെ കോച്ചായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. വേൾഡ് കപ്പ് കഴിഞ്ഞാൽ അദ്ദേഹം അവിടുന്ന് പടിയിറങ്ങും. സോ അദ്ദേഹം അവൈലബിൾ ആയിരിക്കും. മൗറീസിയോ പൊച്ചറ്റീനോയുടെ കാര്യത്തിലും USMNTയുടെ കോച്ചാണ്. വേൾഡ് കപ്പിന് ശേഷം അദ്ദേഹം അവൈലബിൾ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഫ്ലോറന്റിനോ പെരസിന് അദ്ദേഹത്തിൽ താല്പര്യമുണ്ട്. പിന്നെ ലയണൽ സ്കലോനി റയൽ പരിഗണിക്കുന്ന കോച്ചാണ്. ഇനീഷ്യൽ എൻക്വയറി നടത്തിയിട്ടുണ്ട്. പിന്നെ മാസിമിലിയാനോ അലെഗ്രി, അതുപോലെ തന്നെ ഉനായി എമറി, ഈ കോച്ചുമാരെയാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് പരിഗണിക്കുന്നവരുടെ ലിസ്റ്റിലുള്ളത് എന്നുകൂടി ESPN റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ഹോസെ മൊറീഞ്ഞോ റയൽ മാഡ്രിഡിൻ്റെ ഭാഗത്തൊരു ഓപ്ഷൻ തന്നെയാണ്. ഇത് കൺഫേം ചെയ്യപ്പെട്ടുള്ള കാര്യമാണ്. ഡയറക്റ്റ് ടോക്ക് ഉണ്ടായിട്ടുണ്ട്. മൊറീഞ്ഞോയും ഫ്ലോറന്റീനോ പെരസും തമ്മിൽ ഡയറക്റ്റ് ടോക്ക് ഉണ്ടായിട്ടുണ്ട്. മൊറീഞ്ഞോക്ക് തിരികെ എത്താൻ താല്പര്യമുണ്ട്. അത് ഒരു ഓപ്ഷൻ തന്നെയാണ്. സോ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്, വരണമെന്ന് ആവശ്യപ്പെട്ടാൽ അദ്ദേഹം എപ്പോഴും ഓടിയെത്താൻ വേണ്ടി തയ്യാറാണ്. ഫ്ലോറന്റീനോ പെരസാണ് പുതിയ മാനേജറുടെ സൈനിങ് പേഴ്സണലി ഹാൻഡിൽ ചെയ്യുന്നത്. എവറിത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ ഹിം. അദ്ദേഹം തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും എന്നുകൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. സോ ഇതുവരെ ഒന്നും തീരുമാനമായിട്ടില്ല. പക്ഷേ കേട്ട വാർത്തകൾ മിക്കതും സത്യമാണ്. റയൽ പല കോച്ചുമാരെയുമായിട്ടും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. പലരെയും അവർ പരിഗണിക്കുന്നുമുണ്ട്. ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്താൻ ഇനിയും ദിവസങ്ങളെടുക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.